വീണ്ടും വാർത്തകളിലേക്ക്. യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വയം രക്ഷയ്ക്ക് ആയുധങ്ങൾ ആവശ്യമുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആ തുക ഈടാക്കും. റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ആയുധങ്ങൾ വേണമെന്ന് വോളോഡിമർ സെലൻസ്കി അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ തിരിച്ചും യുക്രൈന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എങ്കിൽ കൂടി അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് സൈനിക സഹായം അല്ലെങ്കിൽ സൈനിക ആയുധങ്ങളും മറ്റു സൈനിക സഹായവും യുക്രൈന് നൽകുന്നത് നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. അത് നേരത്തെ യുക്രൈനുമായുണ്ടായ സംഘർഷത്തിന്റെ യുക്രൈൻ പ്രസിഡന്റുമായുണ്ടായ ആ ഒരു വാഗ്വാദത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരുന്നു അത്തരമൊരു തീരുമാനമുണ്ടായത്. പിന്നീട് യുക്രൈൻ അപൂർവ ധാതുക്കൾ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈന് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കോവിഡ് യുദ്ധകാലത്തെല്ലാം തന്നെ കൃത്യമായി പ്രയോജനം ചെയ്ത മിസൈലുകളാണ് പാട്രിയറ്റ് മിസൈലുകൾ. ഈ മിസൈലുകൾ യുക്രൈന് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് എത്ര മിസൈലുകൾ ആയിരിക്കും എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടി നിലവിലെ സൂചനകൾ അനുസരിച്ച് ഇത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുടെ സൈനിക സഹായം നിർത്തലാക്കിയതോടെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ഒരു സംവിധാനം ഒരുക്കിയിരുന്നു. ആ സംവിധാനത്തിന്റെ ഭാഗമായുള്ള തുകയിൽ നിന്ന് പാട്രിയറ്റ് മിസൈലുകൾ ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ആ തുക യൂറോപ്യൻ യൂണിയൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.